എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചീസി ഗാർലിക് ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊരു 30 ഗ്രാം ഉള്ളൊരു ബട്ടറിൻ്റെ ക്യൂബാണ്. അൺസോൾട്ടഡ് ആണ്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി പൊടിയായിട്ടൊന്ന് അരിഞ്ഞതാണ്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു സ്പൈസിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇത് ഞാൻ അധികം എരിവില്ലാത്തതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്സയുടെ ഹെർബ് മിക്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപ്പില്ലാത്ത വെണ്ണയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസിൽ കുറച്ച് ഉപ്പുണ്ടാകും, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് തന്നെ ഈ ബട്ടറും ചീസും അതുപോലെ മല്ലിയിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ടോസ്റ്റ് ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 4 സ്ലൈസ് വലിയ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഈ ഒരു ബ്രെഡിലേക്ക് ഈ ബ്രെഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീസ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചീസ് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ബ്രെഡ് ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് മാത്രം ടോസ്റ്റ് ചെയ്യുന്നൊരു ടോസ്റ്റാണ്, അപ്പോൾ കുറഞ്ഞ തീയിൽ ഇട്ട് വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടുള്ള ചീസ് ഉരുകി വരുമ്പോഴത്തേക്ക് ഈ ഒരു ടോസ്റ്റ് റെഡിയാകും. അതുകൊണ്ട് നമ്മളിത് അടച്ചു വെച്ച് വേണം ടോസ്റ്റ് ചെയ്യാനായിട്ട്. വളരെ കുറഞ്ഞ തീയിൽ വേണം, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിയും, മുകളിലെ ചീസൊന്നും ഉരുകി വരില്ല. ഇപ്പോൾ നമ്മുടെ മുകളിലെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇത് തിരിച്ചിടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ടും ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. തിരിച്ചിടുകയാണെങ്കിൽ ഈ ചീസ് നമ്മുടെ പാനിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ചീസ് ചേർക്കുമ്പോൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ പുറകുവശം നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒന്നിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്